ആദ്യം തന്നെ മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് ആതിര, ഞാൻ മുണ്ടക്കയത്തുനിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്, അതിലുപരി ഞാനൊരു നേഴ്സാണ്. ഞാനൊരു 7-8 പ്രാവശ്യം OET റിപ്പീറ്റ് ചെയ്തു. എല്ലാ മൊഡ്യൂളിനും 4 മൊഡ്യൂളാണ് ഉള്ളത്. അതിൽ 3 മൊഡ്യൂളിന് നല്ല സ്കോർ കിട്ടും, ഏതെങ്കിലും ഒന്നിന് പോകും. അങ്ങനെ 7-8 പ്രാവശ്യം എഴുതിയിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് എലിസബത്ത് എന്ന് പറയുന്ന ചേച്ചിയും OET എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയും ഏകദേശം എൻ്റെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ചേച്ചിയാണ് എന്നോട് പറയുന്ന മാതാവിനെ പറ്റിയും മാതാവിൻ്റെ അത്ഭുത ശക്തിയെ പറ്റിയും. അങ്ങനെ ചേച്ചി, എനിക്കിപ്പോൾ ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകും, നേർച്ചയിടും, പ്രാർത്ഥന ചെയ്യും, അത്രേ അറിയത്തുള്ളൂ. ചേച്ചിയാണ് എനിക്ക് ജപമാല എന്താണെന്നും അതെങ്ങനെ പ്രാർത്ഥിക്കണമെന്നും നമ്മൾ കണ്ണീരോടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ഏത് കാര്യവും മാതാവ് സഹായിച്ചു തരുമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മനസ്സറിഞ്ഞ് എന്നും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോവുകയും നല്ലപോലെ മനസ്സറിഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇതിപ്പോൾ 7 പ്രാവശ്യം 8 പ്രാവശ്യമായി. അപ്പോൾ OET ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും ഒരു OET ഫീസിൻ്റെ എത്ര രൂപയാണ്, 30-34,000 രൂപയായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി 8 പ്രാവശ്യം എഴുതി, ഇത് ലാസ്റ്റാണ്. മാതാവിലാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ എക്സാം എഴുതി. മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞാൻ 9ാമത്തെ പ്രാവശ്യം എക്സാം പാസ്സായി. അതിനുശേഷം ഞാനിവിടെ വന്നു, എൻ്റെ ഫ്രണ്ടുമായിട്ട് ഞാനിവിടെ വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ OET എഴുതുമ്പോഴൊക്കെ ഉണ്ട്, ഞാനിവിടെ വരും, സാക്ഷ്യം പറയും, ഉടമ്പടി എടുക്കും. അന്ന് ഞാനിവിടെ വന്നു, സാക്ഷ്യം പറയണം, ഉടമ്പടി എടുക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സമയമൊന്നും അറിയില്ല. ഞാൻ ഏന്തിയാറ്റിൽ നിന്നാണ് വരുന്നത്. ഒരു 3-4 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ജനങ്ങളെല്ലാം കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കന്ന് ഉടമ്പടി എടുക്കാനോ സാക്ഷ്യം പറയാനോ ഒന്നും പറ്റിയില്ല. അപ്പം ഞാൻ മാതാവിനൊരു വാക്ക് കൊടുത്തു, ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ വരും, ഉടമ്പടി എടുക്കും, സാക്ഷ്യം പറയും. അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. പത്രം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു. അതുപോലെ എൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, വന്ന് തൈലവും ഉപ്പും ഒക്കെ എനിക്ക് തന്നു. അത് കഴിഞ്ഞ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുമ്പോഴാണ് എനിക്ക് പനി വന്ന് അഡ്മിറ്റ് ആവുന്നു. പനി വന്ന് അഡ്മിറ്റ് ആയിക്കഴിഞ്ഞ് ഞാൻ തന്നെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ നേഴ്സാണെന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പ്രോസസ്സിങ്ങിലാണ്, ന്യൂസിലൻഡ് പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ചുമ, ഒരു 1.5 ആഴ്ചയായിട്ട് ഞാൻ അഡ്മിറ്റാണ്. അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് എന്നോട് പറയുവാണ്, പറ. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ പ്രോസസ്സിങ്ങിലാണ്, എൻ്റെ എക്സ്റേയിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് എന്നോട് ചോദിക്കുന്ന ആരോ എൻ്റെ ഉള്ളിൽ ഇരുന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ എക്സ്റേ ഒന്ന് നോക്കണം, ഞാൻ ഇതുപോലെ പ്രോസസ്സിങ്ങിലാണ്, ഒരുപാട് വർഷമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ OET കിട്ടി, പ്രോസസ്സിങ്ങിലാണെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നെ അതിൻ്റെ സ്പെഷ്യലിസ്റ്റിന് റെഫർ ചെയ്തു. എൻ്റെ എന്താണെന്നത്ര ഒരുപക്ഷെ മാതാവിനോട് കൂടുതൽ അടുക്കാനായിട്ടായിരിക്കും എൻ്റെ എക്സ്റേയിൽ പണ്ട് എപ്പോഴോ എനിക്കും ഓർമ്മയില്ല, എൻ്റെ വീട്ടുകാർക്കും ഓർമ്മയില്ല, TB വന്നൊരു പാടുണ്ട്. ഒരുമാതിരിപ്പെട്ട നേഴ്സസിനൊക്കെ അറിയാം, മെഡിക്കൽ പാസ്സാകണമെങ്കിൽ എക്സ്റേ ഓക്കെ ആയിരിക്കണം. TB വന്ന ഒരു പാടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരിടത്തും പോകാൻ പറ്റത്തില്ല, ഗൾഫിലോ UK ഒരിടത്തും പോകാൻ പറ്റത്തില്ല. ഞാൻ ആകെ തകർന്ന് തരിപ്പണമായി. അന്ന് വീട്ടിൽ വന്ന് ആരോടും ഒന്നും പറഞ്ഞില്ല, ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയി റിവ്യൂ ചെയ്തപ്പോഴാണ് ഡോക്ടറിനോട് പറഞ്ഞത്. ഞാൻ കരഞ്ഞപ്പോൾ ഞാൻ മാതാവിന് വിശ്വാസം വിട്ടില്ല. ഞാൻ പറഞ്ഞു, മാതാവ് എന്നാലും എന്നോട് വേണ്ടായിരുന്നു, ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നിട്ട് ഇങ്ങനൊരു. അപ്പോൾ എന്നോട് അന്ന് ഞാൻ കരഞ്ഞ് ഉറങ്ങിപ്പോയി. പക്ഷേ അന്ന് രാത്രി ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു. രാത്രിയിൽ നക്ഷത്രങ്ങൾക്കിടയിലുള്ള മാതാവ്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചാടി എണീക്കുന്നു. കണ്ണു തുറന്ന് നോക്കുമ്പോഴല്ലേ ഈ രൂപം എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ ലൈറ്റ് ഇട്ടപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു, നീ എന്തിന് വിഷമിക്കുന്നു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടല്ലോ. ഒരു ഹിന്ദുവാണ്, എനിക്ക് വചനത്തെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഞാനത് പിറ്റേ ദിവസം തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, ചേച്ചി ഞാനിങ്ങനെ കണ്ടു. ചേച്ചി, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ TBയുടെ പാടിൻ്റെ കാര്യം. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അതൊരു വചനമാണ്, ഏശയ്യ 41:10. എനിക്ക് ആ വചനം കേട്ടപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു സന്തോഷം. എനിക്കറിയാം എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, യേശുദേവൻ എൻ്റെ കൂടെയുണ്ട്. പക്ഷേ ഓരോ അനുഭവങ്ങൾ തരുമ്പോഴും എനിക്കത് ഉറച്ചുറച്ച് വരികയാണ്. എൻ്റെ വിഷമങ്ങളെല്ലാം മാറി. എനിക്ക് ഉറപ്പായി ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ആഗ്രഹം ന്യായമാണെങ്കിൽ ദൈവം സഹായിച്ചു തരും. അങ്ങനെ ഞാൻ അപ്പോൾ ചേച്ചി ഒരു ബ്രദർ പുലിയമ്മലയിലുള്ളതാണ്, ഇടുക്കിയിലുള്ള ബ്രദറിൻ്റെ, ജേക്കബ് ബ്രദറിൻ്റെ നമ്പർ എനിക്ക് തന്നു. നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ബ്രദറും നന്നായിട്ട് നിന്നെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രദറിനെ വിളിച്ചു. ആദ്യം ഒന്നും കിട്ടുന്നില്ല, പ്രാർത്ഥിക്കുമ്പോഴെല്ലാം തടസ്സം. ബ്രദർ എന്നോട് പറഞ്ഞു, ഒരുപാട് തടസ്സങ്ങളുണ്ട് മോളെ എന്ന് പറഞ്ഞു, എനിക്ക് നിന്നെ നേരിട്ട് കാണണം. ഞാൻ പോയി ചെന്നു. ബ്രദറിനെ അങ്ങനെയൊന്നും വിളിച്ച അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല, ബ്രദർ തിരക്കായിരിക്കും. 1-2 ആഴ്ച മുമ്പൊക്കെ അപ്പോയിൻമെൻറ്റ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു, ബ്രദർ രാവിലെ വിളിച്ചു. പിറ്റേ ദിവസം ഞാൻ വിളിച്ചിട്ട് ഞാൻ ബ്രദറെ ഞാൻ വരുവാണ്, എനിക്ക് കണ്ടേ പറ്റൂ. ആദ്യം ബ്രദർ എന്നോട് വേണ്ട മോളെ, ഞാൻ തിരക്കാണെന്ന് പറഞ്ഞെങ്കിലും ഒരു നിമിഷം പോസിട്ടു. ഞാൻ പറഞ്ഞു, മാതാവേ എന്നൊന്ന് വിളിച്ചു. അല്ലേ മോള് പോരെ,
മോള് പോര്, 2 മണിയാകുമ്പോൾ പള്ളി വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രദറിൻ്റെ അടുത്ത് പോയി ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞ് എൻ്റെ വിഷമങ്ങളും എല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ബ്രദർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ബ്രദർ എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിൻ്റെ കൂടെ വലതും ഇടവുമായിട്ട് മാതാവും യേശുദേവനും ഉണ്ട്. നിനക്കിനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നിൻ്റെ ആഗ്രഹം ന്യായമാണെങ്കിൽ സാധിച്ചു തരും. ഈ മാർച്ച് 5 ഞാൻ ന്യൂസിലൻഡിന് പോവാണ്. എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല. എല്ലാ മാതാവിനും എനിക്കറിഞ്ഞൂടെ എങ്ങനെ നന്ദി പറയണമെന്ന്. എൻ്റെ വീട്ടുകാർ അതുപോലെ സന്തോഷിക്കുന്നുണ്ട്. കാരണം 2019 ഞാൻ തുടങ്ങിയ യുദ്ധമാണ് OIT-യുമായിട്ട്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു മൊഡ്യൂൾ എനിക്ക് പോകും. ഈ മാർച്ച് 5 എനിക്ക് അതിനൊരു അവസരം കിട്ടിയത്. പിന്നെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. OIT കിട്ടി. അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ഒരു കടമ്പ കഴിഞ്ഞ് അടുത്ത് വന്നപ്പോഴത്തേന് എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, നീ സാക്ഷ്യം പറയണം, ഇവിടെ വരണം, ഉടമ്പടി എടുത്തിട്ടില്ല, നീ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ നീ ഉടമ്പടി എടുത്തിട്ടില്ല, സാക്ഷ്യം പറഞ്ഞിട്ടുമില്ല. ഞാനപ്പോൾ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. ഞാൻ പോകുന്നതിന് മുമ്പ് ടിക്കറ്റ് വന്ന് ഞാൻ പോകുന്നതിന് കൺഫേം ആവുന്നതിന് മുമ്പ് ഇവിടെ വരും, വന്ന് എങ്ങനെയാണെങ്കിലും ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഹെക്ടിക് വർക്ക് ആയതുകൊണ്ടാണോ എന്താണോ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് ശ്രദ്ധിച്ചോ ഇല്ലയോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ബുള്ളറ്റ് വന്ന് ഇടിച്ച് തെറിച്ച് മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ തെറിച്ചു പോയി വീണു. റോഡ് പണി നടക്കുവാണ്. കുഞ്ഞൊരു റോഡ്, 2 സൈഡിലും കല്ലും മണ്ണും ഈ വർക്ക് ചെയ്യുന്ന അവരുടെ സാധനങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്ന ദിവസം ഞാൻ ഇവിടുന്ന് പോകുമ്പം എനിക്കൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ കുഞ്ഞ രൂപം 2 രൂപം എനിക്ക് വേണമായിരുന്നു. എൻ്റെ കയ്യിൽ എപ്പോഴും കൊണ്ട് നടക്കാൻ പറ്റിയ 2 രൂപം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എൻ്റെ ബാഗിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്തോ എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ അനുഭവം ആ സമയത്ത് കണ്ടു നിന്നവരെല്ലാം പറഞ്ഞു, എൻ്റെ ഹോസ്പിറ്റലിലോട്ട് എന്നെ വീൽ ചെയറിൽ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ കണ്ടു നിന്നവരൊക്കെ പറഞ്ഞു, ഈ കൊച്ച് പോയി. അത്രയ്ക്ക് ഭയങ്കര ഇതായിരുന്നു. എന്നെ എടുത്തുകൊണ്ട് എല്ലാവരും കൂടെ എൻ്റെ സെയിം ഹോസ്പിറ്റലിൽ കയറുന്നു. ഞാൻ കാറുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊന്നും ഓർമ്മയില്ല. എക്സ്റേ ഡോക്ടർ വന്നു, ഓർത്തോ വന്നു, ഡോക്ടേഴ്സ് എല്ലാം വന്നു. കാരണം സ്റ്റാഫല്ലേ ഞാൻ. വന്നു, എക്സ്റേ എടുത്തു. ഡോക്ടർ തന്നെ പറഞ്ഞു, എൻ്റെ മോളെ നിനക്കൊരു കുഴപ്പമില്ല, നിനക്കൊരു ചെറിയ പൊട്ടൽ പോലും എല്ലിന് സംഭവിച്ചിട്ടില്ല എന്ന്. പക്ഷേ കണ്ടു നിന്നവർ എന്നെ എടുത്തുകൊണ്ട് വരും പറഞ്ഞു, ഇല്ല ഡോക്ടറെ നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക, ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ വിളിക്കുക, ഓർത്തോയെ വിളിക്കുക, എന്നാലേ അറിയാൻ പറ്റുള്ളൂ ഈ കൊച്ച് അതുപോലെ വീണതാണ്. ഓർത്തോയിലെ ഡോക്ടർ വന്ന് കണ്ടു, ഒരു കുഴപ്പമില്ല, ഇവിടെ ചതവുണ്ട്, അത് അതിൻ്റെ വേദനയാണ്, 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച റെസ്റ്റ് എടുത്താൽ മാറാവുന്നേ ഉള്ളെന്ന് പറഞ്ഞു. അതിന് മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലായില്ല. കാരണം എനിക്ക് ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ പിന്നെയും തന്നുകൊണ്ടിരിക്കും. എൻ്റെ കൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞ് അടുത്ത അനുഭവം, അടുത്ത ഇത് തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ കൂടുതൽ അടുക്കാനായിട്ടായിരിക്കും. എനിക്ക് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്. ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്ക്, മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയായിരിക്കും, പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ കൺസീവ് ആകും, പക്ഷേ കുഞ്ഞിനുണ്ടാകുമ്പോൾ എന്തെങ്കിലും കുഴപ്പം കാണും. അപ്പോൾ വർഷങ്ങളായിട്ട് 2-3 വർഷമായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ മെഡിക്കൽ എടുക്കുകയാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മെഡിസിൻ കൊണ്ട് ഒരു കാര്യമില്ല, ഇനി നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യാം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജറി, അല്ലാതെ ഒരു കാര്യമില്ല, നിനക്ക് ഈ ഗുളിക ഇങ്ങനെ തന്നുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു. എനിക്കറിയാം ഒരു കുഴപ്പവും വരികയായിരുന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റിൻ്റെ ദിവസം ഹാരിതാസ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവർക്കറിയാം, ലാബ് റിപ്പോർട്ട് കളക്ട് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചാപ്പൽ. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ബ്ലഡ് കൊടുക്കുന്നത്. ബ്ലഡ് റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കും ബ്ലഡ് റിപ്പോർട്ട് വന്നു. ഞാൻ ഒരു പ്രാവശ്യം നോക്കിയപ്പോഴത്തേനെ എല്ലാം ഹൈ വാല്യൂ. അപ്പോൾ ഞാനൊരു നിമിഷം അങ്ങോട്ട് നോക്കി, എൻ്റെ മാതാവേ ഇതെല്ലാം പിന്നെയും കൂടുതലാണല്ലോ, അപ്പോൾ എനിക്ക് സർജറി അല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇനി വേറെ ഓപ്ഷൻ ഇല്ല. മാതാവ് എന്നോട് പറഞ്ഞു, നീ ഒന്ന് ചൊവ്വിന് നോക്കിക്കേ. ഞാൻ പിന്നെ നോക്കി, എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഞാൻ അവിടെ പോയി ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക ജപമാല. അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നു, ഇത് ഹൈപ്പർ തൈറോയിഡിസം തന്നെ ആണോ, നീ ഒന്നുകൂടെ നോക്ക്. ഞാനപ്പോൾ ഒന്നുകൂടെ നോക്കി, ഞാൻ ഗൂഗിൾ എടുത്ത് ഫോൺ ഉണ്ടായിരുന്നു, നോക്കിക്കഴിഞ്ഞപ്പം വാല്യൂസ് വേറെ. അതായത് ഹൈപ്പർ തൈറോയിഡിസം TSH വളരെ കുറവും മറ്റേതിൽ കൂടുതലും ആയിരിക്കും. ഞാൻ നോക്കുമ്പോൾ TSH കൂടുതൽ. ഞാനപ്പോൾ ദൈവമേ ഇതെനിക്ക് ഹൈപ്പോ തൈറോയിഡിസം അല്ലേ. അപ്പോൾ തന്നെ ഡോക്ടർ എന്നെ വിളിച്ചു. ഞാൻ അകത്ത് കയറി. ഡോക്ടർ ജയകുമാർ സാർ എന്നോട് ചോദിച്ചു, കോൾ അടിച്ചല്ലോ. ചോദിച്ചു, ഡോക്ടർ എന്ത് വേണം, ഹൈപ്പോ തൈറോയിഡിസം ആയില്ലേ, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഹൈപ്പർ മാറി ഹൈപ്പോ ആയില്ലേന്ന്. ഞാനിപ്പോൾ ഒരു നിമിഷം ഇങ്ങനെ ആസ് എ നേഴ്സ്, ഞാനൊരു നേഴ്സായിട്ട് പോലും ഞാനിങ്ങനെ നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ നമുക്കൊന്നും ഓർമ്മയില്ലല്ലോ. ഞാനപ്പോൾ ഇങ്ങനെ നോക്കി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അപ്പോൾ ജയകുമാർ സാർ എന്നോട് ഇതാണ് പറഞ്ഞത്, എടി ഈശോ നിൻ്റെ മുമ്പിൽ വന്നിട്ട് നിന്നോട് ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു അസുഖം ഞാൻ നിനക്ക് തരുവാണ്, നിനക്ക് സെലക്ട് ചെയ്യുക, ഏത് വേണമെങ്കിലും, ഏത് അസുഖമാണെന്ന് നിനക്ക് സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ ഡോക്ടറെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഡോക്ടർ എന്നോട് പറയും, എടി ധൈര്യമായിട്ട് പറയടി എനിക്ക് ഹൈപ്പോ തൈറോയിഡിസം തന്നോന്ന്. കാരണം നമുക്ക് ആ ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ ക്ഷീണമൊക്കെ കാണും, അത് സ്വാഭാവികം. പക്ഷെ ഒരു ഗുളിക എടുത്താൽ മതി, ലൈഫ് ലോങ് രാവിലെ വെറുമ്പോയിട്ട് ഒരു ഗുളിക എടുക്കണം. എനിക്ക് അതിൽ പരം സന്തോഷമുണ്ടോ? എനിക്ക് സർജറി ഇല്ല, ഒരസുഖം ഉണ്ടോ? എന്നാൽ നമുക്ക് എപ്പോഴും പറയാം, മാതാവേ എനിക്കൊരു അസുഖം ഉണ്ട് കേട്ടോ, ഇനിയൊന്നും വരുത്താതെ നോക്കണം, ജീവിതകാലത്തേനും ഗുളിക കഴിക്കേണ്ട ഒരു അസുഖം നീ തന്നു,
ഞാൻ തിരിച്ച് ചാപ്പലിൽ ചെന്ന് മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തി എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം ഒരു നിമിഷം ഞാൻ ഓർത്ത്, മാതാവേ എന്തായാലും എന്നോടുള്ള പരീക്ഷണം തീർന്നില്ലേന്ന്. അത് അങ്ങനെ ആ ഒരു അനുഭവം. പിന്നെ അപ്പോൾ എന്നോട് ജേക്കബ് ബ്രദർ എന്നോട് പറഞ്ഞു, മോളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം, കരഞ്ഞ് മനസ്സുരുക്കി പ്രാർത്ഥിക്കണം. അതിലാണ് എല്ലാം ഇരിക്കുന്നത്. നീ നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അതിൻ്റെ അനുഭവങ്ങളാണ് നിനക്ക് കിട്ടുന്നത്. നീ ധ്യാനം കൂടിയിട്ടേ പോവുള്ളൂ. ഒരു ഹിന്ദുവായി എനിക്ക് ധ്യാനം എന്താണെന്നോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നോ അറിയത്തില്ല. 2 പ്രാവശ്യം എനിക്ക് ഡേറ്റ് വന്നിട്ട് എനിക്കത് കൂടാൻ പറ്റിയില്ല. പോകുന്നതിന് മുമ്പ് ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ 26 തിങ്കൾ ചൊവ്വ ബുധൻ ധ്യാനമുണ്ട് പാലായിൽ, നീ കൂടിയിട്ടേ പോകാവുള്ളൂ. ആ ഒറ്റ ഫോൺ കോൾ ഞാൻ പറഞ്ഞു പോവാം, എനിക്ക് പോകേണ്ടതായ ഒരുപാട് തിരക്കുകളുണ്ട്, ഇവിടെ വരണം. പക്ഷെ ഞാൻ പറഞ്ഞു കൂടിയിട്ടേ ഞാൻ പോകും. ഞാൻ ധ്യാനത്തിന് പോയി. ആദ്യമായിട്ട് കുറേ മണിക്കൂറുകൾ കസേരയിൽ ഇരിക്കുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ കുർബാന കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധന കൂടുന്നു. എനിക്കത് വല്ലാത്തൊരു അനുഭവമായിപ്പോയി. ഇപ്പം ഇത്രയും നേരം ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് മാതാവ് തന്നത്. പക്ഷേ ആ ധ്യാനം കൂടി. അപ്പം 3 ദിവസത്തെ ധ്യാനം, 3-ാമത്തെ ദിവസം ആരാധനയിൽ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ മാതാവിനോട് ചോദിക്കുക, അപ്പം ഈ ആരാധനയ്ക്ക് ശേഷം അച്ഛൻ അല്ലെങ്കിൽ സിസ്റ്റർ പറയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം, ഇന്ന അസുഖം സുഖപ്പെടുന്നു, ഇന്ന ആൾ മാതാവ് ഇന്ന ആളുടെയൊക്കെ അടുത്ത് വരുന്നു, ഇന്ന അസുഖം. ഞാൻ നോക്കുമ്പോൾ ഞാനപ്പോൾ വെറുതെ നമ്മൾ സംസാരിക്കില്ല മാതാവിനോട്, ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ സംസാരിക്കുകയാണ്. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ഗുഡ് മോർണിംഗ് തൊട്ട് ഗുഡ് നൈറ്റ് വരെ പറഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പം ഞാൻ മാതാവിനോട് വെറുതെ ഞാൻ ചോദിച്ചു, മാതാവേ എനിക്കൊന്നും തരുന്നില്ലേ? ഞാനും ധ്യാനത്തിന് വന്നതന്നെ, എനിക്കും എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം വേണ്ടേ? അപ്പോൾ എൻ്റെ മനസ്സിരുന്ന് എന്നോട് മാതാവ് പറഞ്ഞു, നിന്നെ ഞാൻ എപ്പോഴേ അനുഗ്രഹിച്ചു കഴിഞ്ഞു, നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ പറയും, എന്ത് അനുഗ്രഹിച്ചു കഴിഞ്ഞു? നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നീ മണിക്കൂറുകളായി, ദിവസങ്ങളായി, ഇന്ന് 3-ാമത്തെ ദിവസം ധ്യാനം, നീ കണ്ടിന്യൂസ് ആയിട്ട് പ്ലാസ്റ്റിക് ചെയറിൽ ഇരിക്കുമല്ലേ? അപ്പോൾ എനിക്ക് കൊച്ചിലെ തൊട്ട്, എൻ്റെ ഓർമ്മ തൊട്ട് എനിക്ക് ഒരു ചെറിയ വീഴ്ച പറ്റിയപ്പം എൻ്റെ ഏനൽ റീജിയനിൽ, നടുവിനല്ല താഴെ, ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ ഇരുന്ന് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര വേദനയാണ്. എന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ്. KSRTC ബസ്സിലൊക്കെ പോയി, എൻ്റെ വീട് കെട്ടിച്ചേക്കുന്ന പാരിപ്പള്ളി, അവിടെയൊക്കെ ഇറങ്ങാറാകുമ്പോൾ എനിക്ക് പേടി. എണീക്കുമ്പം പൊട്ടിപ്പോകുന്ന വേദന, നടുവല്ല താഴത്തെ ഭാഗം, എനിക്കങ്ങ് ഭയങ്കര, ചിലപ്പോൾ കണ്ണൊക്കെ നിറയും. നീ ഇത്രയും മണിക്കൂറുകളായിട്ടിരിക്കുന്നു, ഈ 3 ദിവസം നീ ധ്യാനം കൂടി ഇത്രയും മണിക്കൂറുകളായിട്ടിരിക്കുന്നു, നിനക്ക് വേദന ഇത്രയും ദിവസമായിട്ട് തോന്നിയോ എന്ന് ചോദിച്ചു. ഞാൻ അത്ഭുതത്തോടെ ഞാൻ ചിന്തിച്ചു, ദൈവമേ ശരിയാണല്ലോ, 3 ദിവസം ഞാൻ ധ്യാനം കൂടി, 3-ാമത്തെ ആരാധനയ്ക്ക് ഞാൻ വെറുതെ അങ്ങോട്ട് ചോദിച്ചു. മാതാവ് എന്നോട് പറഞ്ഞാണ്, ഈ ഇത്രയും മണിക്കൂർ, രാവിലെ 5:45 ധ്യാനം തുടങ്ങും, 8:15 രാത്രി 8:15 കഴിഞ്ഞ് ധ്യാനം, ഇതിനിടയ്ക്ക് ചെറിയൊരു ഇടവേളകൾ കിട്ടും. ആ ധ്യാനത്തിന് ഇത്രയും മണിക്കൂറിൽ ഇരുന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു വേദനയെ അനുഭവപ്പെട്ടില്ല. ഞാൻ മാതാവിനോട് ഇതിൽ കൂടുതൽ എന്ത് നന്ദിയാണ് പറയേണ്ടത്. അപ്പം അവിടുത്തെ സിസ്റ്റേഴ്സ് ആണെങ്കിലും അച്ഛനാണെങ്കിലും, ഞാൻ ഹിന്ദുവാണ്, ഞാൻ മാത്രം ഹിന്ദുവുള്ളൂ, എല്ലാവരും ബൈബിൾ വായിക്കുന്നു, എല്ലാവരും വചനം പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ആകെ ജപമാല മാത്രം അറിയാം. പിന്നെ ഇവിടുത്തെ പ്രാർത്ഥനകൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഞാനപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയുടെ, ഞാൻ പറഞ്ഞ എലിസബത്ത് ചേച്ചിയുടെ ഫാമിലിയുടെ പോയത്. അപ്പോൾ അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അവരെനിക്ക് പ്രാർത്ഥനകൾ പറഞ്ഞു തരികയും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതും എല്ലാം പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സിസ്റ്ററും അച്ഛനും എന്നോട് പറഞ്ഞു, മോളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നീ ഒരു ഹിന്ദു ആണെന്ന്. അതായത് ഞാൻ അവിടെ ചെന്ന് അവരെ പരിചയപ്പെട്ടപ്പോൾ അവർക്ക് ഫീൽ ചെയ്തില്ല ഞാൻ ഹിന്ദു ആണെന്ന്. അവർക്ക് ഈ പ്രാർത്ഥിക്കുന്ന ഇവർക്കറിയാൻ പറ്റും നമ്മുടെ ദൈവം ഏതാണെന്ന് പറയാൻ പറ്റും. ഞാൻ വിചാരിച്ചു ഞാൻ ക്രിസ്ത്യൻ ആണെന്ന്. അപ്പോഴാണ് കൗൺസിലിംഗ് ചെന്നപ്പോൾ എന്നോട് ആ സിസ്റ്റർ പറഞ്ഞു, കൊച്ചുദാസി സിസ്റ്റർ പറഞ്ഞു, മോളെ എനിക്ക് മനസ്സിലായില്ല നീ ഹിന്ദു ആണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ക്രിസ്ത്യനാണെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ കൈ തല വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്റർ എന്നോട് പറയുകയാണ്, നിൻ്റെ ഇടവും വലവും ഉള്ളത് മാതാവും യേശുവാണെന്ന്. ഞാൻ സിസ്റ്ററിനോട് അഭിമാനത്തോടെ പറഞ്ഞു, സിസ്റ്ററെ എനിക്കത് നേരത്തെ മനസ്സിലായ കാര്യമാണ്, എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നു, എനിക്കിപ്പോഴും ഉറപ്പുണ്ട് എൻ്റെ കൂടെയുണ്ട് മാതാവിന്, എൻ്റെ ഹൃദയത്തിൽ തൊട്ട മാതാവിനും യേശുവിനും എൻ്റെ ഹൃദയത്തിൽ തൊട്ട നന്ദി ഞാൻ അർപ്പിക്കുന്നു. നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പോൾ ഈ മകൾ സാക്ഷ്യം പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നാണ് അദ്ദേഹം ഉടമ്പടി എടുത്തതെങ്കിലും ഇതിനു മുൻപ് തന്നെ ഒരുപക്ഷെ നമ്മൾ ഈ ദിവസങ്ങളിൽ വന്ന സാക്ഷ്യത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ സാക്ഷ്യത്തിൽ വെച്ചിരിക്കുന്നൊരു ഭാഗം മരിയൻ മെൻറ്റർ എന്നുണ്ട്. അതായത് ഒരാളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ പരിചയപ്പെടുത്തുകയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാൻ ആ വ്യക്തിയെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിലുണ്ടാവും. ഒരുപക്ഷെ ഈശോയും മാതാവിനെയൊക്കെ പരിചയപ്പെടുത്തി, ഇപ്പം ഈശോയും മാതാവിനെ അറിയാത്തവരാണെങ്കിലും അറിഞ്ഞവരാണെങ്കിലും ആത്മീയമായ ജീവിതത്തിൽ നമ്മളെ നയിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ഒരുപക്ഷെ ഈ ഒരിടത്തേക്ക് വരുവാനായിട്ട് പലരുടെയും ജീവിതത്തിൽ ഇങ്ങനൊരു വ്യക്തിക്ക് ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാർത്ഥനകൾ ആദ്യം കേൾക്കുവാൻ തുടങ്ങുന്നതും പിന്നെ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഒരുപക്ഷെ അമ്മയിലൂടെ എങ്ങനെ കൂടെ ലഭിച്ചു എന്നുള്ളതും അപ്പം വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട് എന്ന് അനുഭവം ലഭിച്ചിട്ടാണ് ഈ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞത്. പ്രത്യേകിച്ച്
ഇപ്പോൾ ഒരു യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41:10 എന്ന വചനമൊക്കെ കിട്ടിയെന്ന് പറയുന്നത്. പക്ഷേ ആ വചനം എന്താണെന്നൊരു പക്ഷേ അറിഞ്ഞില്ല എന്നുള്ളതും, അത് പിന്നീടാണ് ബൈബിളിൽ വ്യക്തമായിട്ട് വായിക്കാത്ത ഒരാൾക്ക് പോലും കർത്താവ് സംസാരിക്കുന്നത് വചനത്തിലൂടെയാണ് എന്നുള്ളൊരു ബോധ്യം എപ്പോഴും ഉണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥ പാരായണം ഉടമ്പടിയിൽ മാറ്റിവെക്കാനാവാത്ത ഒന്നാണ്. ഒരുപക്ഷെ ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടൊരു കാര്യമെന്ന് പറയുന്നത്, ഒരു പക്ഷേ ഏത് ഗ്രന്ഥമാണോ ബൈബിളിലെ വചനമാണോ എന്ന് അറിയാത്തവർക്ക് പോലും കർത്താവ് വചനം കൊടുത്ത് ശക്തിപ്പെടുത്തുന്ന വലിയൊരു അനുഭവം സാക്ഷ്യങ്ങൾ പറയുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥ പാരായണം, ബൈബിൾ വായന ഒരു ഉടമ്പടിയിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതും ഈ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ്. ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് തൊട്ട് ആരംഭിക്കുന്ന പരിശുദ്ധ അമ്മയായിട്ടുള്ള ഗൗരവമായ ബന്ധത്തിൽ ഇനിയും ആഴപ്പെടുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ലഭിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.